ഹായ്, ഗുഡ് മോർണിംഗ്. ദിസ് ഈസ് മാറൂഫ്, യുവർ സെയിൽസ് എക്സ്പെർട്ട്. നമുക്കെല്ലാവരും സെയിൽസ് ക്ലോസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുമ്പോൾ സെയിൽസ്മാൻമാരൊക്കെ പറയാറുണ്ട് അത് പ്രൈസ് കൂടുതലായതുകൊണ്ടായിരിക്കാമെന്ന്. അപ്പോൾ അതുമാത്രമല്ല ഒരു കാരണം, നിങ്ങളുടെ ക്ലയൻറ്റിൻ്റെ മുന്നിൽ നിങ്ങൾ എങ്ങനെയാണ് സെയിൽസ് പിച്ച് ചെയ്യുന്നത് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഞാനൊരു കാര്യം പറഞ്ഞു, ഞാൻ ഒരു 6 മാസത്തോളമായി ഒരു ക്ലയൻറ്റിൻ്റെ പിന്നിൽ ഞാനിങ്ങനെ ഫോളോ അപ്പ് ചെയ്യും, മെസ്സേജ് ചെയ്യും, ഇങ്ങനെയൊക്കെ ആയിട്ട്. ഒരു ദിവസം ഞാൻ അവരെ മീറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഞാൻ അയാളെ കണ്ടു. അപ്പോൾ അദ്ദേഹം എനിക്കൊരു 10 മിനിറ്റ് സമയം തന്നു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനവിടെ നമ്മുടെ കമ്പനിയെ പറ്റി പറയുന്നതിനേക്കാൾ ഉപരിയായി അദ്ദേഹത്തിൻ്റെ പ്രോബ്ലംസ് എനിക്കറിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ സൈറ്റുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് എനിക്കറിയായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങൾ ഇത് ചെയ്താൽ, ഈ വർക്ക് നിങ്ങളുടെ സൈറ്റിൽ ഇത് എക്സിക്യൂട്ട് ചെയ്താൽ, സിയുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആണ്, നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ബെനിഫിറ്റുകൾ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് പതുക്കെ അദ്ദേഹം ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ 10 മിനിറ്റ് എന്ന് തന്ന മീറ്റിംഗ് അദ്ദേഹം അരമണിക്കൂർ ഞങ്ങൾ സംസാരിച്ച് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വെറുതെ നമ്മുടെ സർവീസുകളോ നമ്മുടെ കമ്പനികളുടെ ബെനിഫിറ്റോ പറഞ്ഞതുകൊണ്ടൊന്നും സെയിൽ ക്ലോസ് ആവില്ല. മറിച്ച് ബയ്യർ, ക്ലയൻറ്റിന് ആവശ്യം അദ്ദേഹത്തിന് കിട്ടുന്ന റിസൾട്ട് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ടത്, ഞങ്ങളിത് നിങ്ങൾക്ക് ചെയ്തു തന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം എന്ത്. ഇപ്പോൾ ഒരു AC മെയിൻ്റനൻസ് ചെയ്താൽ നിങ്ങൾക്ക് കൂളിംഗ് എഫിഷ്യൻസി കൂടും, നിങ്ങളുടെ യൂണിറ്റിൻ്റെ ലൈഫ് ലോങ് വാലിഡിറ്റി കൂടും, നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലയൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങളുടെ ടെനൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രോബ്ലംസ് കുറയും. സോ ഞങ്ങളത് ടേക്ക് കെയർ ചെയ്തെടുക്കും, നിങ്ങളുടെ ഹെഡേക്ക് കുറയും, നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇങ്ങനെ ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾ പറഞ്ഞു കൊടുത്താൽ പ്രൈസ് എന്ന് പറയുന്നത് സെക്കൻഡറി ആയിട്ട് മാത്രം മാറും. സോ ഇതൊരു സ്ട്രാറ്റജിയാണ്, യൂസ് ചെയ്ത് നോക്ക്. നമ്മളെ കമ്പനിയെ പറ്റി പറയുന്നതിനേക്കാൾ വാട്ട് ഔട്ട്കം ദ ക്ലയൻറ്റ് വിൽ റിസീവ് ഫ്രം അവർ സർവീസ്, അതിനെ ഫോക്കസ് ചെയ്ത് ഒന്ന് സംസാരിച്ച് നോക്ക്. നിങ്ങൾക്ക് സെയിൽ പെട്ടെന്ന് ക്ലോസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. സോ യു വിൽ സീ അവർ മില്യൺ ഗോൾ. ബൈ.